നല്ലോർമ്മ നിന്റെ മഹത്വമുദയം നിൽക്കണം അവർ വലമാ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം. കാരുണ്യവാനായ ദൈവമേ, ഈ മധ്യാഹ്ന സമയത്ത് നിന്റെ സന്നിധിയിൽ നിൽക്കണം. നീ ഒരിക്കലും ആദ്യത്തോർന്ന് നിന്നോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഞങ്ങളിൽ നിന്ന് വേർപെട്ട് നിന്റെ സന്നിധിയിലേക്ക് അയക്കുന്ന പ്രിയപ്പെട്ട നിന്റെ ദാസനെ കൃത്യങ്ങളെ സമർപ്പിക്കുന്നതാണ്. അവ ജീവിതകാലത്തായിരുന്നപ്പോൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളൊന്നും ഓർക്കാതെ ദൈവം നൽകിയ നല്ല മാതൃകകളെ പിന്തുടരുവാൻ നിർമ്മാണം മക്കളും സഹോദരങ്ങളും ഒക്കെ ആയ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതാ ആ ആത്മാവിനെ നിന്റെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയും അബ്രഹാം വഴിയിൽ നീ സ്വീകരിക്കണമേ. ദുഃഖത്തിലും വിലാപത്തിലുമായ കുടുംബത്തെ നീ ആശ്വസിപ്പിക്കണമെന്ന് സ്വർഗീയ സമാധാനം കൊണ്ട് ഹൃദയങ്ങളെ നീ തണുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ വാങ്ങിപ്പോലും നിൽക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്ത്രീകളും സ്തോത്രങ്ങളും ആരംഭിക്കുവാനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവാസം നാം ഓരോരുത്തരുടെ ഞങ്ങൾ ഭവനങ്ങളുടെ മേലും ഇവിടെ കടന്നു വന്നവരുടെ മേലും ക്രിയാപേക്ഷിതരുടെ മേലും പ്രത്യേക നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പ്രദാസന്റെ ആത്മാവിന് മേലും എന്നാറുണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും അവിടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ദാസനെ കുറിച്ച് ഒരു വാക്ക് സ്മരണം പറയണം എന്ന കുടുംബക്കാരുടെ ആഗ്രഹത്തിനനുസരിച്ച് പറയുന്നുവെന്ന് മാത്രം. പ്രത്യേകിച്ച് പിതാവ് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് അദ്ദേഹത്തിന്റെ സ്മരണം ആചരിക്കുകയാണ്. ഇന്നലെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥനയും നിർവഹിച്ചു. ഇന്ന് അതിൻ്റെ നന്മ പ്രവൃത്തികൾ ഓർക്കാനുള്ള ഒരു അവസരമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിന്, സമൂഹത്തിന്, സഭയ്ക്ക് അവർ ചെയ്ത നിരയേറിയ പ്രവർത്തനങ്ങൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക എന്നുള്ളതാണ് പ്രവർത്തിക്കുവാനായിട്ടുള്ളത്. മാത്രവുമല്ല അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുക. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലെ നന്മ നിറഞ്ഞ മാതൃകകൾ ഒട്ടേറെ, അത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഓർത്തെടുത്ത് ആ നന്മ സമൂഹത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ആവശ്യമായിരിക്കുന്നത്. അതാണ് ഓരോ സ്മരണയിലും നിർവഹിക്കുന്നത്. ഈ പിതാവിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുപാട് അറിയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ എങ്കിലും നമ്മുടെ അച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ആർത്താറ്റ് പള്ളിയിൽ ആരോഗ്യമുള്ളിടത്തോളം കാലം പതിവായി ആരാധനയ്ക്ക് വരിക, അതുപോലെ അദ്ദേഹത്തിന്റെ സുറിയാനി ഭാഷ പോലും നല്ലവണ്ണം വശമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പകാലം മുതൽ ആരാധനയിൽ സംബന്ധിക്കുന്നവർക്കാണെങ്കിൽ ഇന്നത്തെ മുതിർന്ന തലമുറയ്ക്ക് സുറിയാനി നല്ലപോലെ അറിയാം. ഇതിന്റെ കാരണം അദ്ദേഹം ചെറുപ്പം മുതലേ ആരാധനകളിൽ സംബന്ധിച്ചിരുന്നു. അന്നത്തെ പുരോഹിതന്മാരുമായി, വൈദികന്മാരുമായി ഉള്ള ബന്ധം നിലനിർത്തിയിരുന്നു എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുറിയാനി ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ അറിവിന് കാരണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ തറവാടിന്റെ അടുത്ത് ഗേൾസ് ഹൈസ്കൂൾ പള്ളിയുടെ മുമ്പിലാണ് എൻ്റെ വീട്. അവിടെ അടുത്ത് ഒരു റിട്ടയർഡ് TD ജോൺ മാഷ്, പലർക്കെങ്കിലും അറിയാമായിരുന്നു. അദ്ദേഹം ഇതുപോലെ സുറിയാനി നല്ലതുപോലെ സംസാരിക്കാൻ ആരാധന സുറിയാനി ചൊല്ലി അതിന്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കി തരുമായിരുന്നു.
അച്ഛനായപ്പോൾ അദ്ദേഹം വന്ന് ടെക്സ്റ്റ് കൊണ്ടുവന്ന് കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, ജോൺ സാർ ഇത് എവിടെ നിന്നാണ് മനസ്സിലാക്കിയത്? അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, പുത്തൻപള്ളിയിൽ വന്ന് സന്ധ്യാസമയത്ത് അന്നത്തെ അച്ഛന്മാര് സുറിയാനിയിലാണ് ടെക്സ്റ്റ് സുറിയാനി പഠിപ്പിച്ചു തരുമായിരുന്നു, അങ്ങനെയാണ് പഠിച്ചത്. പിതാവിന് സുറിയാനി അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് അതുകൊണ്ട്. എന്തായാലും അദ്ദേഹം നല്ലൊരു മാതൃക കാണിച്ചു. കൊച്ചുമക്കളെ ദേവാലയ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിച്ചു. 2 മക്കളും പതിവായി ദേവാലയത്തിൽ വരുന്നതാണ്. ഇത് തന്നെയാണ് അവരുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക. ആ മാതൃക അനുവർത്തിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള നല്ല നല്ല പ്രവൃത്തികൾ സമൂഹത്തിന് ആ പിതാവിന്റെ സ്മരണ നിർവഹിക്കുമ്പോൾ എല്ലാം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് അനുവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ സാക്ഷികളുടെ ഗണത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വൃന്ദത്തിൽ ഈ പിതാവിനെ ദൈവം ചേർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ പ്രിയപ്പെട്ട പിതാവിനെ ഞാൻ ഓർക്കുന്നത്, ഞാൻ പിതാവ് ഹോസ്പിറ്റലിലെ ശുശ്രൂഷകനായിരിക്കുന്ന സമയത്ത് അതേപോലെ തൊട്ട് മുമ്പ് താമസിക്കുന്ന ഒരു കുടുംബം പ്രത്യേകിച്ച് ആരാധനയ്ക്കൊക്കെ വരികയും ആത്മീയമായ കാര്യങ്ങളെല്ലാം വളരെ ശുഷ്കാന്തിയോടെ ശുശ്രൂഷകളെ നോക്കിക്കാണുകയും ചെയ്ത ഒരു കുടുംബത്തിലെ ഒരു തലമുതിർന്ന അംഗം എന്ന നിലയിലാണ്. ആ വ്യക്തി മാത്രമല്ല, കുടുംബം മുഴുവനും ആത്മീയമായി എത്രമാത്രം ദേവാലയത്തോട് ആരാധനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ്. നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചുമക്കളൊക്കെ എപ്പോഴും അബദ്ധമായ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരികയും ചെയ്യുന്നത് ആ കുടുംബത്തിൻ്റെ ആത്മീയമായ ചൈതന്യം പ്രതിനിധാനം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ പിതാവിൻ്റെ നല്ല മാതൃകകളെ പിന്തുടരുവാൻ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും സാധ്യമാകുമെന്ന് ആശംസിച്ചുകൊണ്ടും ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഈ സ്മരണയ്ക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം വാഴ്ത്തിയതിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കുടുംബാംഗങ്ങളെ, ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഈ പിതാവിനെ ആയിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല. പക്ഷേ പിതാവിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചിലത് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ നല്ല പുഷ്പങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒരു പക്ഷെ നല്ല വലിപ്പമുള്ളതായിരിക്കാം, നല്ല ബലമുള്ളതായിരിക്കാം, അതിൻ്റെ നല്ല തടിക്ക് നല്ല കാതുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾക്ക് നല്ല മധുരവും പുഷ്പങ്ങൾക്ക് നല്ല ഗന്ധവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ വൃക്ഷങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ സത്യത്തിലെ ഈ വൃക്ഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ വേരുകളാണ്. അത് നമ്മൾ പലപ്പോഴും കാണാറില്ല. ആ വേരുകൾ നല്ല വളവും വെള്ളവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുമ്പോൾ അതിന്റെ താഴ്ത്തടി ശക്തിപ്പെടും. അത് പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾക്കും പുഷ്പങ്ങൾക്കും ഒക്കെ മനോഹാരിതയും സുഗന്ധവും ഒക്കെ ഉണ്ടാകും. ഈ പിതാവിനെ പറ്റിയിട്ട് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഒരു കച്ചവട പാരമ്പര്യത്തിലുള്ള കുടുംബാംഗമാണ്. ഇപ്പൊ നമ്മുടെ നസ്രാണികള് പാരമ്പര്യമായിട്ട് കച്ചവടത്തെ പറ്റി നല്ല ധാരണകളുള്ളവരാണ്. പക്ഷേ അവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അവര് പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ തലമുറകൾക്ക് അത് അത്ര അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നറിയില്ല. പക്ഷെ നമ്മുടെ മുൻ തലമുറകള് പ്രാർത്ഥനയുടെ അടിത്തറയുള്ളവരാണ്. ഈ പിതാവും തീർച്ചയായിട്ടും അത്തരം പ്രാർത്ഥനാ ജീവിതം ഉള്ളൊരു വ്യക്തിയാണ്. ഞാൻ അച്ഛന്മാരെ പറഞ്ഞു കേട്ട അറിവാണ്. അദ്ദേഹം ആരാധനയ്ക്ക് ആയിട്ട് ദേവാലയത്തിൽ കടന്നു വരും, ആരാധനയിൽ പങ്കെടുക്കും, സുറിയാനി നന്നായിട്ട് ആരാധനയ്ക്ക് ഉപയോഗിക്കും. അതൊക്കെ ദേവാലയമായിട്ട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് നല്ല വളവും
വെള്ളവും ലവണങ്ങളൊക്കെ സാംശീകരിക്കുന്നുകൊണ്ട് അവർ തായ്തടി എന്ന് പറയുന്ന ഭവനങ്ങളാണ്. ആ ഭവനത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട്, തൻ്റെ മക്കളെ, തലമുറകളെ ശക്തിപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൊച്ചു മക്കള് ദേവാലയത്തിൽ മദ്ബാഹയിൽ ശുശ്രൂഷിക്കുന്നവരാണ്. ആരാധനയിൽ വളരെ ഒരുക്കത്തോടുകൂടെ സംബന്ധിക്കാനായിട്ട് ആ മക്കൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് പിതാവിന്റെ ജീവിതമാണ്. അങ്ങനെയുള്ള ആ പിതാവിന്റെ നല്ല മാതൃകകൾ നമുക്ക് പിൻപറ്റാൻ സാധിക്കട്ടെ. നമ്മുടെ തലമുറകൾക്ക് അദ്ദേഹം ഒരു മാതൃകയാകട്ടെ. നമ്മുടെ ഓർമ്മകളിലെ എന്നും ആ പിതാവ് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാർത്തരായ കുടുംബത്തോടുള്ള അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തനുഗ്രഹിക്കുമാറാകട്ടെ. സ്മരണം ഇവിടെ അവസാനിക്കുകയാണ്. ഭക്ഷണം എല്ലാവർക്കും റെഡിയാണ്. ബൊഫയായിട്ട് കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഭക്ഷണത്തിന്